ഇന്ന് ഞങ്ങൾ ഗാങ്ടോക്കിൽ നിന്ന് നാതുല പാസിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നാതുല കാണുന്നതിനെക്കാട്ടും വൈബ് ഈ യാത്രയ്ക്കായിരുന്നു. വളഞ്ഞും തിരിഞ്ഞും പോകുന്ന റോഡുകൾ, ഒരു വശത്ത് വലിയ മലകൾ, മറുവശത്ത് ആഴമുള്ള താഴ്വരകളും. ആ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ വേറൊരു ലോകത്തേക്ക് പോകുന്ന ഫീലായിരുന്നു. ഈ വഴിയിലൊക്കെ കാണുന്ന പല കളറിലുള്ള കൊടികൾ കണ്ടോ? ഇത് പ്രയർ ഫ്ലാഗ്സ് ആണ്. ബുദ്ധമത വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മലകളിലും റോഡുകളിലും ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. കാറ്റ് വീശുമ്പോൾ ഇതിലുള്ള പ്രാർത്ഥനകൾ ലോകത്താകെ പരക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങ് ദൂരെയായി കാണുന്നതാണ് കാഞ്ചൻജംഗ, ലോകത്തിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കൊടുമുടി. മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നോക്കി നിൽക്കാൻ തോന്നും. ഈ വഴിയിലൊക്കെയായി മിലിറ്ററിയുടെ ഒരുപാട് ക്യാമ്പുകളും വാഹനങ്ങളും നമുക്ക് പോകുന്ന വഴിയെല്ലാം കാണാൻ പറ്റും. ഇന്ത്യ ചൈന ബോർഡറിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ആർമി ചെക്കിംഗ് ഉണ്ട്. ഈ തണുപ്പിലും ഇവിടെ നിൽക്കുന്ന സൈനികരെ കാണുമ്പോൾ ശരിക്കും റെസ്പെക്റ്റ് തോന്നും. ഈ കാണുന്നതാണ് ചാങ്കോ ലേക്ക് അല്ലെങ്കിൽ ചോങ്കോ ലേക്ക്. മഞ്ഞുമലകളുടെ നടുവിൽ ഇങ്ങനെ കിടക്കുന്ന ഈ തടാകം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ യാക്കുകളെയും നമുക്ക് കാണാൻ കഴിയും. പശുവിനെ പോലെ തോന്നിക്കുന്ന ഒരു വലിയ മൃഗമാണിത്. മലയുടെ മുകളിലൊക്കെയും മുഴുവൻ ഐസ് മൂടിയിരിക്കുകയാണ്. തണുത്ത കാറ്റും മേഘങ്ങളും കൂടി വന്നപ്പോൾ ശരിക്കും സിനിമയിലെ സീൻ പോലെയുള്ള ഒരു ഫീലായിരുന്നു. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ നന്നായി ഐസ് മൂടിക്കിടക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അവിടെ ഇറങ്ങി പിന്നെ ഐസൊക്കെ എടുത്ത് കുറച്ച് കളിച്ചു. കയ്യിൽ ഗ്ലൗസ് ഇടാതെ ഐസ് എടുത്തത് കൊണ്ട് കൈ മുഴുവൻ മരവിച്ച പോലെ തണുത്തുപോയി. പക്ഷേ കുട്ടികളെ പോലെ ഫുൾ എൻജോയ് ചെയ്തു എല്ലാവരും. ഇതാണ് നാതുല പാസ്. ഇന്ത്യയെയും ചൈനയെയും ബന്ധിപ്പിക്കുന്ന ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി പാതകളിലൊന്നാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000-ഓളം അടി ഉയരത്തിലാണ് ഈ സ്ഥലം ഉള്ളത്. പഴയ കാലത്തെ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്ന ഈ വഴി ഇന്നും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തി മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നാതുല പാസിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തേക്ക് പോവുകയാണ്. മുകളിലേക്ക് കയറുമ്പോൾ ഐസിന്റെ മുകളിലൂടെ നടക്കാൻ നല്ല പ്രയാസമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ സ്ലിപ്പ് ചെയ്ത് വീണു പോകും.
അതുകൊണ്ട് ഹാൻഡ് റെയിൽസ് പിടിച്ചാണ് നടന്നത്. മുകളിലെത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞറിയിക്കാനാവാത്ത കാഴ്ചകളായിരുന്നു. ചുറ്റും മുഴുവൻ മഞ്ഞ് മൂടിയ മലകൾ, താഴെ മേഘങ്ങൾ ഒഴുകിപ്പോകുന്നത് പോലെ തോന്നും. അതിനിടയിൽ ഇന്ത്യ ചൈന ബോർഡറും. അത് അങ്ങോട്ട് നോക്കൂ, ഇന്ത്യയുടെ പതാക കാറ്റിൽ പാറുന്നത് കാണാം. ഇത്രയും ഉയരത്തിൽ നമ്മുടെ പതാക കാണുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. അങ്ങ് ദൂരെയായി കാണുന്നതാണ് ചൈന ബോർഡർ. ഒരു വശത്ത് ഇന്ത്യയും മറുവശത്ത് ചൈനയും, ഇടയിൽ ഹിമാലയൻ മലനിരകളും. ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ നാഥുല പാസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് ഗാങ്ടോക്കിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. എല്ലാവരും ഫുൾ ഹാപ്പി മൂഡിലാണ്. നോക്കൂ, അങ്ങ് ദൂരെയായി കാണുന്നതാണ് ബാബ ഹർഭജൻ സിംഗ് ടെമ്പിൾ. അതിൻ്റെ ഓപ്പോസിറ്റായി ഒരു ശിവക്ഷേത്രവും ഉണ്ട്. ഇന്ത്യൻ ആർമിയിലെ ജവാനായിരുന്ന ഹർഭജൻ സിംഗ് ഡ്യൂട്ടിക്കിടെ ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇന്നും അദ്ദേഹം ഈ പ്രദേശത്തെ സൈനികരെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ വഴിയിലൊക്കെ യാക്കുകളെയൊക്കെ കണ്ടു. അപ്പോൾ വണ്ടിയൊക്കെ നിർത്തി അവയുടെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. പിന്നെ വീണ്ടും ചാങ്കു ലേക്കിൻ്റെ അടുത്തെത്തി. അവിടെയും വണ്ടി നിർത്തി കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ സീനറി ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര മൂടൽമഞ്ഞായിരുന്നു. റോഡൊന്നും ശരിക്കും കാണാനേ പറ്റുന്നില്ലായിരുന്നു. മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പോലും മങ്ങലായി മാത്രമാണ് കാണാനായത്. ഇവിടെയൊക്കെ റോഡിന്റെ വശങ്ങളിലൊന്നും അധികം കൈവരികളൊന്നും ഇല്ല. അതുകൊണ്ട് ശരിക്കും പേടി തോന്നുന്ന ഒരു യാത്രയായിരുന്നു. പക്ഷെ അതിനിടയിലും ആ മഞ്ഞും മലകളും എല്ലാം ചേർന്ന് കാഴ്ചയ്ക്ക് വേറൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. വൈകുന്നേരത്തോടെ ഞങ്ങൾ തിരിച്ച് ഗാങ്ടോക്കിലെത്തി. ഇപ്പോൾ ഞങ്ങൾ ഗാങ്ടോക്കിലെ ഏറ്റവും ഫേമസ് ആയ MG മാർഗിലാണ് വന്നിരിക്കുന്നത്. ഗാങ്ടോക്കിന്റെ ഹാർട്ട് എന്ന് പറയുന്നതാണ് ഈ MG മാർഗ്. ഷോപ്പിങ്ങിനും ഫുഡ് ട്രൈ ചെയ്യാനും വൈകുന്നേരം നല്ല പീസ്ഫുള്ളായി ഇരിക്കാനും പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ് ഇത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡൊക്കെ നല്ല ക്ലീൻ ആണ്. പൊടിയില്ല, പ്ലാസ്റ്റിക് ഇല്ല, വാഹനങ്ങളുടെ തിരക്കും ഹോണടിയും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായി നടക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണ് MG മാർഗ്. അങ്ങനെ സിക്കിമിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.
മഞ്ഞും മലകളും യാത്രയും ഒക്കെ ചേർന്ന ഇന്നത്തെ ദിവസം ശരിക്കും മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.